ഹലോ നമസ്കാരം. മഴത്തോരും മുമ്പേ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി റിവ്യൂ ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ വൈജയെ കാണാനായിട്ട് രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറി റിവ്യൂ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ നമ്മുടെ രേവതിക്കുട്ടി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വൈജയെ കാണാനായിട്ട് മാമച്ചനും ഗ്രേസും ഈ രേവതിക്കുട്ടിയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. കൂടെ അലീനയും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും വൈജ ഏറെക്കുറെ ബെറ്ററായി സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഒരാളുടെ സഹായത്തോടെ മാത്രമേ ഒന്നിങ്ങനെ എഴുന്നേറ്റിരിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഇവർ വന്നത് കണ്ടപ്പോൾ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. വൈജയുടെ ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ കയ്യിലും കാലിലൊക്കെ പ്ലാസ്റ്ററും കഴുത്തിലൊക്കെ ഇങ്ങനെ ബാൻഡേജൊക്കെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് അവരോട് ഇച്ചിരി സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, മാഡം ഞങ്ങളെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വൈജയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ്. പരിഹസിച്ചുകൊണ്ട് വൈജ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ്, എങ്ങനെ മറക്കാനാണ്, ഇവറ്റുകൾ എൻ്റെ വീട്ടിൽ വന്നു പോയിട്ട് അധികമായിട്ടില്ലല്ലോ, എന്നിട്ട് ഓർമ്മയുണ്ട് എന്ന് പോലും എന്നിങ്ങനെ മനസ്സിൽ പറയണം. അതിനുശേഷം ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ വൈജ പറയുന്നുണ്ട്, എൻ്റെ തലയ്ക്ക് കേട്ടൊന്നും പറ്റിയിട്ടില്ല, ഓർമ്മശക്തിക്കും ഒരു കുറവും ഒന്നുമില്ല എന്നൊക്കെ വൈജ അവിടെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയണം. അയ്യോ വൈജ മാഡം, ഞങ്ങൾ അങ്ങനെ ആ രീതിയിൽ ചോദിച്ചതല്ല. നിങ്ങൾ ചോദിച്ച രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നതല്ലേ നിങ്ങൾ, അല്ലാതെ എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടെ വരെ വന്ന് എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനും നിങ്ങളുമായിട്ട് അങ്ങനെ യാതൊരു ബന്ധമൊന്നും ഇല്ലല്ലോ. ഈ പിഴച്ചവളുമാരെയും കൂട്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് എന്നൊക്കെ വൈജ ചോദിക്കുകയാണ്. അത് കേട്ടത് മാമച്ചായന് ഭയങ്കര ദേഷ്യം വരികയാണ്. പിന്നെ നിങ്ങൾ കാലൊടിഞ്ഞ് കിടക്കുന്നത് കാണാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ഇതുവരെ വരാൻ ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? അങ്ങനെ കാണാനാണെങ്കിൽ എറണാകുളത്ത് ഡസൻ കണക്കിന് ഹോസ്പിറ്റലുകളുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ എൻ്റെ ആരുമല്ലല്ലോ എന്നൊക്കെ ദേഷ്യത്തോടെ വൈജ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയും, നിങ്ങൾ ഞങ്ങളുടെ ആരുമല്ല, ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണാൻ വന്നത് ഞങ്ങൾ മകളെപ്പോലെ കാണുന്ന രേവതിക്കുട്ടി, ഇവളുടെ ചേച്ചി അവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ വൈജ ചോദിക്കുന്നത്, ചേച്ചിയോ? അതെങ്ങനെ ശരിയാകും? ഏതോ വൃത്തികെട്ട സ്ത്രീ പഴിച്ച് പ്രസവിച്ച അനാഥാലയത്തിലാക്കിയതാണ് ഇവറ്റുകളെ. രണ്ടു നാള് പിറന്നവർ, അതും രണ്ട് അച്ഛൻ്റെയും അമ്മമാരെ ആരൊക്കെയോ പ്രസവിച്ച ഇവരെങ്ങനെ ചേച്ചിയും അനിയത്തിയും ഒക്കെ ആകും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പുച്ഛത്തോട് കൂടിയിട്ട് വീണ്ടും ഒരു ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. മാമച്ചൻ ആ സമയത്ത് പറയുന്നുണ്ട്, അതിന് മാഡം ചേച്ചിയും അനുജത്തിയും ആക്കണമെങ്കിൽ ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും വയറ്റിൽ തന്നെ ജനിക്കണമെന്നൊന്നുമില്ല, അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായാൽ മതി എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ വൈജയുടെ മുഖത്ത് പൊച്ചം മാത്രമാണ്. വൈജ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ വേലക്കാരിയെ നിങ്ങൾ ഇഷ്ടം പോലെ തലയിലോ തോളത്തോ എവിടെ വേണമെങ്കിലും കയറ്റി വെച്ചോ, വേണമെങ്കിൽ ഈ അലീനയെ കൂടി കൊണ്ടുപോയി തലയിൽ വെച്ചോ, എൻ്റെ വീട്ടിൽ നിന്ന് ഈ നാശം പിടിച്ചവളൊന്ന് പോയി കിട്ടിയാൽ മതി. ആണുങ്ങളെ വശീകരിക്കാനായിട്ട് ഓരോരുത്തരും അവന്മാരുടെ അടുത്തേക്ക് വന്നേക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്കുട്ടി കൊണ്ട് ദേഷ്യം വരും കേട്ടോ. ദേ പെണ്ണുമ്പിള്ളെ, എൻ്റെ ചേച്ചിയെ പറ്റി വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് നിങ്ങളുടെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. ഇത്രയും നേരം ഞാൻ എല്ലാം കേട്ടു നിന്നത് എൻ്റെ ചേച്ചിയെ ഓർത്ത് മാത്രമാണ്. അധികം വൈകാതെ നിങ്ങൾ എൻ്റെ ചേച്ചി ആരെന്നറിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് എന്ന് പറയണം. അന്നേരം അലീന പറയും, മോളെ നീ മിണ്ടാതെ നിൽക്ക്, നീ ആരോടെ സംസാരിക്കുന്നതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കണം. അറിയാം ചേച്ചി, ഇവർ പറഞ്ഞതൊക്കെ ചേച്ചി കേട്ടില്ലേ? അപ്പോൾ വൈജി പറയും, ഒരു അനാഥയാണെങ്കിലും നിന്റെ നാക്കുണ്ടല്ലോ, സമ്മതിച്ചടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇങ്ങനെ പറയാണ്. രേവതിക്കുട്ടി, മതി മോളെ, നീ ഒന്നും പറയാൻ പോവണ്ട, വാ മോളെ നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ രേവതിക്കുട്ടിയൊക്കെ കൂട്ടി ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോടി, എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീ ഒറ്റ ഒരുത്തിയാണ്, മരിച്ചാൽ അത് ഞാൻ മറക്കില്ലടി എന്നൊക്കെ പറയണം. അത് അലീനയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയണം. എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി വലിഞ്ഞു കയറി വന്ന ജന്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അവിടെ അലീന ഇങ്ങനെ ശപിക്കുമ്പോൾ അലീന അവിടെ ചങ്ക് പൊട്ടി കരയാണ്. കാരണം സ്വന്തം അമ്മയാണല്ലോ ഇത്രയൊക്കെ പ്രാഗി പറയുന്നത്. അന്നേരം രേവതിക്കുട്ടി നിറഞ്ഞ കണ്ണുകളോട് അലീനയുടെ കൈ പിടിച്ച് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, വൈജ മാഡം, നിങ്ങളൊരു അമ്മയില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ, ഇങ്ങനെ ശപിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? നിങ്ങൾക്ക് കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ? ഹോ, ഇവളോടാണോ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത്? ഞാനൊന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തട്ടെ, എനിക്ക് നീ തന്നതിൻ്റെ ഇരട്ടി ഞാൻ നിനക്ക് കരുതി വെച്ചിട്ടുണ്ട്, അതുവരെ നീ എൻ്റെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ അടക്കി ഭരിക്കടി എന്നൊക്കെ ഒരു പകയോട് കൂടിയിട്ട് വൈജ അലീനയെ നോക്കിയിട്ട് പറയണം. വാ മോളെ, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രേസമ്മ പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം മുന്നോട്ട് വെച്ച കാല് പിറകോട്ട് വെച്ച് രേവതിക്കുട്ടി വൈജയുടെ അടുത്ത് വന്ന് പതിയെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ആരെന്ന് എനിക്കറിയില്ല,
പക്ഷേ നിങ്ങളെക്കാളും ഭേദമായിരിക്കും. എൻ്റെ അമ്മയെ വൃത്തികെട്ട സ്ത്രീ എന്ന് വിളിച്ചത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. പിന്നെ അലീന ചേച്ചിയുടെ അമ്മ, അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, വൃത്തികെട്ട സ്ത്രീ എന്നോ വേശ്യയെന്നോ മൂദേവി എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ആ സ്ത്രീയെ നിങ്ങൾ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീ ആയിരിക്കും അതും എന്നൊക്കെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി രേവതിക്കുട്ടി വൈജയെ നോക്കിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വൈജ അങ്ങോട്ടേക്ക് ദേഷ്യപ്പെടുകയാണ്. പെണ്ണുമ്പിള്ളേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും മാമച്ചായൻ പുറത്തേക്ക് വന്നതിന് ശേഷം മാമച്ചായൻ ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, അതെന്ത് സ്ത്രീയാടി, നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസമ്മ പറയും, വരാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ, ആ അലീന കൊച്ചിൻ്റെ അമ്മയായി പോയില്ലേ എന്നൊക്കെ ഗ്രേസമ്മ പറയണം. അന്നേരം അത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആൻറ്റി അവരുടെ കയ്യിലിരിപ്പിന് ദൈവം കൊടുത്ത പണിയാണ് ഈ ഒരു ആക്സിഡൻറ്റ്. അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചിയുമായിട്ട് വഴക്കിട്ട് ഒരാവശ്യവുമില്ലാതെ അല്ലേ അവർ കാറെടുത്ത് പോയി ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ദൈവം ഓൺ ദ സ്പോട്ട് ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസും അലീനയെ നോക്കിയിട്ട് പറയാണ്, ഈ പെണ്ണ് എന്തിനാണ് അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നത്? അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവൾക്ക് ഇറങ്ങി പോന്നൂടെ എന്നിങ്ങനെ പറയുമ്പോൾ അലീന ആ സമയത്ത് സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം. സാരമില്ല മോളെ, പോട്ടെ, അവർ അറിയുന്നില്ലല്ലോ നീ അവരുടെ മകളാണെന്ന്. എന്തായാലും നീ ഇന്ന് ഞങ്ങളുടെ കൂടെ പോര്. ഇന്ന് അവിടെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കിത്തരാം എന്നൊക്കെ മാമച്ചായൻ പറയുമ്പോൾ അലീന പറയും, അയ്യോ അങ്കിളെ, എനിക്ക് അച്ഛനോടൊന്ന് ചോദിക്കണം. അതൊക്കെ ഞാൻ ചോദിച്ചോളാം ചേച്ചി, ചേച്ചിയുടെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് തന്നാൽ മതി, ഞാൻ ചോദിച്ചോളാം എന്ന് പറയണം. അപ്പോൾ അലീന ഫോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ, ആ മോളെ നിങ്ങൾ വൈജയെ കണ്ടോ? ആ അങ്കിളെ കണ്ടു, ഇത് രേവതിക്കുട്ടിയാ. ആ മോളെ നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെട്ടോ? ഇല്ല അങ്കിളെ, ഞങ്ങൾ ഇന്ന് ചേച്ചിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ് അങ്കിളെ, എന്നിട്ട് നാളെയോ മറ്റന്നാളോ ഇവിടെ കൊണ്ടാക്കിത്തരാം പ്ലീസ് അങ്കിളെ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഓക്കെ പറയുന്നുണ്ട്. അന്നേരം ഫോണൊക്കെ പൊത്തി പിടിച്ച് രേവതിക്കുട്ടി പറയും, ചേച്ചി അച്ഛൻ സമ്മതിച്ചു. അപ്പോൾ അലീന പറയും, നീ ഫോൺ ഇങ്ങ് തന്നെ. ഹലോ അച്ഛ, അലീനയാ. ആ മോളെ നീ നാളെ എന്തായാലും വന്നേക്കണം, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നാളെ എന്തായാലും വരാൻ വച്ചാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരവിടെ ഇങ്ങനെ സംസാരിച്ച ശേഷം ഫോൺ വെക്കണം. പെട്ടെന്നാണ് അലീനയ്ക്ക് ഒരു ചിന്ത വരുന്നത്, അല്ല ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, വീട്ടിൽ കൃഷ്ണമോള് തനിച്ചല്ലേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇല്ല മോളെ, ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. അതെന്താ ചേച്ചി, കൃഷ്ണമോള് തനിച്ചാണ്, എന്നാൽ കൃഷ്ണമോളെയും കൊണ്ടുപോവാം എന്ന് പറയുമ്പോൾ അത് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്കിയേ, അങ്കിള് സമ്മതിക്കും എന്ന് പറയാണ്. അങ്ങനെ അലീന വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട്. അച്ഛാ, ഇന്ന് ശനിയാഴ്ചയല്ലേ, നാളെ ഞായറാഴ്ച. അതെ, അതിനെന്താ? അല്ല കൃഷ്ണമോൾക്ക് സ്കൂളില്ലല്ലോ. സ്കൂളില്ല, എന്നാൽ ഞാൻ കൃഷ്ണമോളെയും കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ തനിച്ചു പോയാൽ എങ്ങനെ ശരിയാവാ, വീട്ടിൽ കൃഷ്ണമോള് തനിച്ചാവില്ലേ ഞാനില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കത് ഓർമ്മയുണ്ടല്ലേ, ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു നീ കൃഷ്ണമോളെ മറന്നു പോയോന്ന്. ഞാൻ അങ്ങനെ മറക്കൂ അച്ഛാ, അല്ലെങ്കിൽ ഞാൻ പോണില്ല, കൃഷ്ണമോൾ എൻ്റെ കൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയണം. വേണ്ട ഏതായാലും അവർ വന്നതല്ലേ, നീ പോയിക്കോ എന്ന് പറയണം. അതെ അച്ഛാ, ഞങ്ങൾക്ക് ചിന്നുമോളെ കാണാനും കൂടി പോകണം, അതുകൊണ്ടാണ് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചത്. എന്തായാലും അമ്മയുടെ അടുത്ത് ഇന്ന് സുലോചന ആൻറ്റി ഉണ്ടല്ലോ, നാളെ ചിലപ്പോൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ആരെങ്കിലും വരുമായിരിക്കും എന്ന് പറയണം. അതൊന്നും നീ നോക്കണ്ട, കുഴപ്പമില്ല, നീ പൊക്കോ. എന്നാൽ പിന്നെ കൃഷ്ണയെ കൂട്ടിയിട്ട് ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വേഗം വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് കൃഷ്ണമോളോട് റെഡിയായിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃഷ്ണമോളെയും കൂട്ടിയിട്ട് ബാലചന്ദ്രനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമുക്ക് ആദ്യം ചിന്നുമോളുടെ അടുത്തേക്ക് പോവാം, ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ചില്ലേ ഉള്ളൂ, അത് ചിന്നുമോളെ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ അത് സമ്മതിക്കുകയാണ്. അപ്പോൾ കൃഷ്ണയ്ക്കാണെങ്കിൽ രേവതിക്കുട്ടിയുടെ സംസാരമൊക്കെ കേട്ടിട്ട്, രേവതിക്കുട്ടിയെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. രേവതിക്കുട്ടിയും കൃഷ്ണയും ഏകദേശം ഒരേ പ്രായക്കാരാണ്. കൃഷ്ണയാണ് ഒന്നുകൂടി ചെറുത്, രേവതിക്കുട്ടിയേക്കാളും ചെറുതാണ്. അപ്പോൾ എന്നാലും അവർ തമ്മിൽ പെട്ടെന്ന് കൂട്ടാവുന്നുണ്ട്. അപ്പോൾ അലീനയും കൃഷ്ണയും രേവതിക്കുട്ടിയും കൂടി പുറകിൽ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കളിയും ചിരിയും വർത്താനമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ പോയി ചിന്നുമോളെല്ലാം കണ്ട് അവളുടെ കൂടെ കുറേ സമയമൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ഇത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ചിന്നുമോളെയൊക്കെ. അപ്പോൾ ചിന്നുമോളെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇതാണോ ചേച്ചി എപ്പോഴും പറയുന്ന ചിന്നുമോൾ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ചിന്നുമോൾ എന്ന് പറയണം. അപ്പോൾ ചിന്നുമോൾ ചോദിക്കുന്നുണ്ട്, ഇതാരാ അലീന ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, ഇതേ അലീന ആൻറ്റിയുടെ അനിയത്തിയാന്ന് പറയും. അനിയത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇത് അലീന ആൻറ്റിയുടെ അനിയത്തിയാണ്, ഈ അനിയത്തിയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ നേരെ വീട്ടിലേക്ക് പോവുക കേട്ടോ.
തിരിച്ച് ചിന്നുമോളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ പാലാരിവട്ടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അങ്ങനെ ഗ്രേസമ്മ കുളിച്ചൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര തുമ്മലായിരിക്കും കേട്ടോ. അങ്ങനെ ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ കണ്ട് രേവതിക്കുട്ടി കുറച്ച് രാസ്നാദിപ്പൊടിയൊക്കെ എടുത്ത് ഗ്രേസമ്മയുടെ നെറുകിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ ആൻറ്റി ജലദോഷം പിടിച്ചോ, കാറിലിരുന്ന് കുറേ നേരം AC ഇട്ടത് കൊണ്ടായിരിക്കും എന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടി പറയും, അയ്യോ അല്ല ചേച്ചി, പ്രായം ഇത്രയൊക്കെ ആയില്ലേ ആൻറ്റിക്ക്, പ്രായം ഇത്രയൊക്കെ ആയെങ്കിലും ഇതുവരെയായിട്ടും തല തോർത്താൻ പോലും അറിയില്ല, ഇതൊക്കെ എന്നാണാവോ പഠിക്കുന്നത്. അപ്പോൾ മാമച്ചായൻ അവിടെ രേവതിക്കുട്ടി ഒന്ന് കളിയാക്കിക്കൊണ്ട് പറയും, അതിനല്ലേ നിന്നെ ശമ്പളം തന്ന് ഇവിടെ തീറ്റി പോറ്റുന്നേ, എന്തോ അങ്കിൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ശരിക്കും കേട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗ്രേസമ്മ പറയും, മോളെ രേവതിക്കുട്ടി, നീ അലീനയും കൃഷ്ണയും കൂട്ടിയിട്ട് കിടക്കാൻ നോക്ക്, മണി 10 ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയും, വാ ചേച്ചി, കൃഷ്ണമോളെ വാ, നമുക്ക് റൂമിലേക്ക് ചെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ 3 പേരും കൂടെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഇത് കാണുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നോക്കിയേ മാമച്ചായ, ആ കൊച്ചിന് എന്തോ ഒരു സ്നേഹമാണ്, രേവതിക്കുട്ടിക്ക് അലീനയോടുള്ള അതേ സ്നേഹം തന്നെയാണ് ആ കൃഷ്ണ കൊച്ചിനും അലീനയോട് എന്ന് പറയുമ്പോൾ, അവൾക്കറിയാലോ അത് അവളുടെ ചേച്ചിയാണെന്ന്. അങ്ങനെയല്ല മാമച്ചായ, അവൾക്ക് അറിയാവുന്നതിന് മുൻപും ആ കൊച്ചിന് അലീനയോട് ഭയങ്കര സ്നേഹമായിരുന്നു, അവിടെ നല്ല സപ്പോർട്ടായിട്ട് നിന്നിരുന്നത് ആ കൊച്ച് തന്നെയാണ് എന്ന് പറയണം. അങ്ങനെ അവർ 3 പേരും കൂടി റൂമിലെത്തുകയാണ്. അലീന ബാലചന്ദ്രനെ ഫോൺ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഫോൺ എടുത്തപ്പോൾ രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് രേവതിക്കുട്ടി അലീനയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് സംസാരിക്കുകയാണ്. ഹലോ മിസ്റ്റർ, അച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും, ഉണ്ടല്ലോ മിസ്റ്റർ, അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഇവിടെ അച്ഛൻ്റെ മക്കൾ 2 പേര് ഇരുന്ന് വീർപ്പ് മുട്ടുകയാണ്, അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട്, ഒരു അലീനക്കൊച്ചും ഒരു കൃഷ്ണക്കൊച്ചും എന്ന് പറയണം. അച്ഛൻ ആരും കാണാതെ റോഡിലേക്ക് പോയോ, അതോ വീട്ടിൽ തന്നെ ഉണ്ടോ, അവിടെ അവിടെ വീണ് ഉരുണ്ട് കിടക്കുകയാണോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ. മൂത്ത കൊച്ചിനാട്ടോ, അലീന കൊച്ചിന്, ആ കുഞ്ഞു ബേബിയില്ലേ, അവൾക്കാണ് ഭയങ്കര ടെൻഷൻ. ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടിയുടെ സംസാരം കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അന്നേരം അലീന ഫോൺ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. മതി, ഇനി ഇങ്ങോട്ട് തന്നി, അവളുടെ ഒരു വർത്താനം എന്നൊക്കെ പറഞ്ഞ് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. അങ്ങനെ ഫോൺ വാങ്ങിയിട്ട്, ഹലോ അച്ഛാ, ഞാനാണ് അലീന, ഈ അച്ഛൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ കഴിച്ചു മോളെ, നീ കഴിച്ചോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. അച്ഛൻ മരുന്ന് കുടിച്ചോ? ഇല്ല, കുടിക്കണം. അച്ഛൻ എന്നാൽ വേഗം പോയി മരുന്ന് കഴിക്കുക എന്നൊക്കെ പറയണം. ആ സമയത്ത് കൃഷ്ണമോളെ എന്തെന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോൾക്ക് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ കൃഷ്ണയ്ക്ക് ഫോൺ കൊടുത്തിട്ട് കൃഷ്ണയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഫോൺ വെക്കുന്നതിന് മുൻപ് കൃഷ്ണയോട് സംസാരിച്ച് ഫോൺ വെക്കുന്നതിന് മുൻപ് രേവതിക്കുട്ടി ഫോൺ ഒന്നുകൂടെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിൾ എന്താണെങ്കിലും എൻ്റെ ചേച്ചിയെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചില്ലേ, എന്നാൽ പിന്നെ എന്നെ കൂടി ഒന്ന് മകളായിട്ട് അംഗീകരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഓ അതിനെന്താ, നിന്നെ ഞാൻ മകളായിട്ട് അംഗീകരിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ ദത്തെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടിയും ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അലീനയും കൃഷ്ണയൊക്കെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടി പറയും, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അലീന ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ പാതി എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. സ്നേഹനികേതത്തിൽ നിന്ന് പിരിയുന്നത് വരെ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അലീന ചേച്ചിക്ക് അച്ഛൻ്റെ മകളാകാമെങ്കിൽ എനിക്കും അച്ഛൻ്റെ മകളായിക്കൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അതിനെന്താ, നീ എൻ്റെ മകൾ തന്നെയാണ് എന്ന്. എന്നാൽ ഞാനും ഇനി അച്ഛാന്ന് വിളിച്ചോട്ടെ? ഓ പിന്നെ എന്താ, ഇനി അച്ഛാന്ന് തന്നെ വിളിച്ചോ, എന്നാൽ പിന്നെ വാക്ക് മാറരുത്. ഇല്ലടി മോളെ, നീയും എന്നെ അച്ഛാന്ന് തന്നെ വിളിച്ചോ എന്ന് പറയണം. എന്നിട്ട് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, കുറച്ച് കാലം കഴിഞ്ഞ് നിന്റെ അലീന ചേച്ചി വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ അവളുടെ ഭർത്താവിനെ എനിക്ക് കൂടി അവകാശപ്പെട്ടതാ എന്ന് നീ പറഞ്ഞേക്കരുത് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടിട്ട് രേവതിക്കുട്ടി ഒന്ന് ചമ്മി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയെ കളിയാക്കി ചിരിക്കുകയാണ് കൃഷ്ണയും അലീനയും കൂടി. അയ്യേ, അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യേ എനിക്കൊന്നും വേണ്ട ചേച്ചിയുടെ ഭർത്താവിനെ, അച്ഛൻ എന്നെ കൊണ്ട് ഇങ്ങനെയാണോ കരുതിയത്, ഞാൻ അത്രക്കാരിയൊന്നും അല്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ വെക്കുന്നുണ്ട്. സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ഇനി അലീനയും കൃഷ്ണമോളും കൂടി രേവതിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് കടപ്പാട്ടൂർ എത്തുന്ന സമയത്ത് മനുവായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പ്രണയ നിമിഷങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.